ഇന്നൊരു അടിപൊളി ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകാമെന്നും കരുതി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പിന്നെ ലുലുലൊക്കെ കയറി അങ്ങനെ ഇങ്ങനെ പോകാമെന്നും കരുതി വെച്ചിരുന്നതായിരുന്നു. പിന്നെ നമ്മൾ നേരെ കന്യാകുമാരിയിലോട്ട് പോയാലോ എന്നും കരുതി നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. നമ്മൾ രാവിലെ പോയിട്ട് ഒരു രാത്രിയില്ല കേട്ടോ, വെളുപ്പാൻ രാവിലെയൊക്കെ ആയി വന്നപ്പം ആ ഒരു സമയത്താണ് തിരിച്ചു വന്നത്. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ പോകുന്ന വഴിക്ക് ചെറിയൊരു പല്ല് വേദന, ആ ഒരു ഭാഗത്ത് ഭയങ്കര വേദനയാണ്. അപ്പോൾ ട്രീറ്റഡ് ടീത്താണ്. അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു റൂട്ട് കനാലി പോലൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ സെറ്റായി. പിന്നെ നമ്മളിങ്ങനെ നേരെ തമിഴ്നാട്ട് ആ ഒരു ഭാഗമായി കേട്ടോ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ല, സൺസെറ്റെങ്കിലും കണ്ടിട്ട് വരാമെന്നും കരുതിയായിരുന്നു പോയത്. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇവിടെ നല്ല വെറൈറ്റി അമ്പലങ്ങളാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് നല്ല എന്തൊക്കെയോ ഒരുപാട് ശില്പങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. ഈ ഒരു ഭാഗമൊക്കെ നല്ല പ്രകൃതി രമണീയമായി കിടക്കുന്നു കേട്ടോ. നല്ല പച്ചപ്പും പച്ച വിരിച്ച എന്താ കാടാണോ ഇത് എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അതേ രീതിക്ക് നല്ല ഒരു പച്ച വിരിച്ച ഭാഗം കേട്ടോ. പിന്നെ ഈ നെല്ലൊക്കെ കൊയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ വാഴ കൃഷിയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് തെങ്ങുണ്ട്, ഒരുപാട് തെങ്ങ്. പിന്നെ നമ്മൾ നല്ല വിശന്ന് കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്നും കരുതി ഒരു ഹോട്ടലിൽ കയറി. അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫുഡ് കിട്ടുമല്ലോ. അല്ലാതെ ഹോട്ടലിൽ കിട്ടും, എന്നാലും വെജിറ്റേറിയനോടായിരുന്നു ഭയങ്കര താല്പര്യം. അപ്പം നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് റൈസും പിന്നെ ചപ്പാത്തിയൊക്കെ കഴിച്ചു. ചപ്പാത്തി നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭയങ്കര കട്ടി എന്ന് വെച്ചാൽ ഹാർഡല്ല, നല്ല സോഫ്റ്റ് ചപ്പാത്തിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര ഒരു കനം അതിന്, അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ആ സംഭവമായിരുന്നു. റൈസൊക്കെ നല്ല സൂപ്പർ റൈസായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈം ജ്യൂസൊക്കെ കുടിച്ചോട്ടോ. ഇത് ലൈം ജ്യൂസിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. മോനാണെങ്കിൽ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാനൊക്കെ കയറിയത്. അപ്പം ലൈമൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് നല്ല മഴക്കോളായിരുന്നു കേട്ടോ. പക്ഷെ മഴ പെയ്തില്ല. എന്തോ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനാണെങ്കിൽ കുറേ കഥകളും കാര്യങ്ങളും പാട്ടുകളും അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര തണലും ഉണ്ട്. പിന്നെ നല്ല കുറേ നല്ല സൈസ് ഒരു മരങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ ഏകദേശമൊക്കെ എത്താറായി കേട്ടോ, ഏകദേശം എത്താറായിട്ടുണ്ട്. എന്തായാലും മഴയൊന്നും പെയ്തില്ല. പിന്നെ ഇത് ഈ ഒരു ഭാഗം ഞങ്ങൾ ഈ ട്രാവലിനിടയിൽ ഈ ഒരു ഭാഗം എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നി. ഇവിടെ ഒരു വെറൈറ്റി അമ്പലമുണ്ട് കണ്ടോ. അതിന് ഞാൻ നോർമലി നമ്മളെ നാട്ടിലൊക്കെ വേറെ പെയിൻ്റൊക്കെ അടിച്ച അമ്പലങ്ങളല്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് കളറും ഗോൾഡൻ ആ ഒരു ഷെയ്ഡും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. നല്ലൊരു അമ്പലം, പ്രതിഷ്ഠ അങ്ങനെയൊന്നും അറിയാൻ പാടില്ല, എന്താണെന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് വണ്ടിയിലിരുന്ന് കണ്ടതല്ലേ ഉള്ളൂ. പിന്നെ ഭയങ്കര വെയിലും കാര്യങ്ങളും ആയിരുന്നു. അല്ലെങ്കിൽ ഒന്ന് സൈഡ് ഒതുക്കിയിട്ട് നമ്മൾ നോക്കിയേനെ. പിന്നെ ഇവിടേക്ക് ഒരുപാട് തെങ്ങുണ്ട്, ഒരുപാട് തെങ്ങ്. പിന്നെ വഴിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നൊങ്ക്, പിന്നെ നല്ല ചെന്തെങ്ങ്, തേങ്ങയുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വന്നപ്പോഴേ കണ്ടൊരു പാറയാണ് കേട്ടോ. ഇത് എത്ര ദൂരം ഉണ്ടായിരുന്നെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല, അത്രത്തോളം ഒരു വലിയ പാറയായിരുന്നു.
പിന്നെന്താ നമ്മുടെ മൂന്നാറൊക്കെ കാണുന്ന മാതിരി ഈ പാറയുടെ കുറേ ഭാഗം നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന, കുറേ ഭാഗം നല്ല വെയിലുമായിരുന്നു. പിന്നെ ദേ ഇവിടെ ഫുള്ള് താമരയാണ് കേട്ടോ, താമരക്കുളമാണ്. ഒരുപാട് താമര ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സൈഡ് ഒതുക്കിയിട്ട് നമുക്ക് ഇതൊക്കെ എടുക്കാമായിരുന്നു, പക്ഷെ ഭയങ്കര വെയിലായിരുന്നു, അത്രയ്ക്കും വെയിലായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത പാർട്ട് 2 ആക്കി ഇടാം. ഇത് അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയി പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.